ആർട്ടിമിസ് 2 54 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മനുഷ്യൻ ചന്ദ്രനിലേക്കുള്ള യാത്രകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുമ്പ് അപ്പോളോയിലായിരുന്നു പോയിരുന്നത്, ഇപ്പോൾ ആർട്ടിമിസ്. അതിലേക്ക് വരുമ്പോഴുള്ള അതിലെ വ്യത്യാസങ്ങൾ, മുമ്പ് അവിടെ മനുഷ്യൻ അവിടെ ചെന്ന് ചന്ദ്രനിൽ ഇറങ്ങി തിരിച്ചു വന്നു, ഇപ്രാവശ്യം ചന്ദ്രനെ ചുറ്റി തിരിച്ചു വന്നിട്ട് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ? അതേപോലെ തന്നെ ആ വ്യത്യാസങ്ങളിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺസ്പിറസീസിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനു മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ആർട്ടിമിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിൽ തന്നെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഈ ഏപ്രിലിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോഴും നീൽ ആംസ്ട്രോങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ അപ്പോളോ മിഷനെ കുറിച്ചൊക്കെ ഇപ്പോഴും നമ്മൾ ഭയങ്കര പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു മിഷനെക്കുറിച്ച് എന്തുകൊണ്ടാണ് വളരെയധികം വലിയ ചർച്ചകളും ഒരുപാട് ഇപ്പോൾ ന്യൂസൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഇടയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിലും വളരെയധികം വ്യാപകമായ ചർച്ചകൾ എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം മിഷൻസ് കഴിഞ്ഞ് വന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് ചർച്ചകൾ ഒക്കെ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ചാനലിലൊക്കെ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം ഈ സയൻസുമായി ബന്ധപ്പെടുത്തി എന്ത് സംഭവിച്ചാലും അത് ഞങ്ങളുടെ വിജയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദികളൊക്കെ രംഗത്ത് വരാറുണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, നിരീശ്വരവാദികളും മതവിശ്വാസികളും എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്. പക്ഷേ അതിലെന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായാൽ അത് നിരീശ്വരവാദത്തിൻ്റെ വിജയമാണ്, കണ്ടോ ദൈവമില്ല എന്ന് തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്രാവശ്യം മാത്രം അങ്ങനെയുള്ള ആളുകളെ ഒന്നും കണ്ടില്ല. ഞാനിപ്പോൾ ഈ മിഷൻ നടന്നതിന് ശേഷം പ്രധാനപ്പെട്ട കേരളത്തിലടക്കമുള്ള നിരീശ്വരവാദികളുടെ ചാനലൊക്കെ ഒന്ന് എടുത്ത് നോക്കി. രവിചന്ദ്രൻ സി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ, അവരൊക്കെ സയൻസിൽ എന്ത് സംഭവിച്ചാലും അതൊക്കെ ഞങ്ങളുടെ വിജയമാണെന്നൊക്കെ നിൽക്കുന്ന ആളുകൾ. ഇപ്പം രവിചന്ദ്രൻ സിയുടെ ചാനൽ എടുത്ത് നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അമേരിക്കയെ പൊക്കി പറയുന്നു, അതേപോലെ തന്നെ ഫലസ്തീനിലെ വംശഹത്യ ന്യായീകരിക്കുന്നു, അങ്ങനെയുള്ള കുറേ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ഈവൻ കുറച്ചുകൂടി സയൻസ് ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന വൈശാഖൻ തമ്പി പോലും അതൊന്നും സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും അറിഞ്ഞ മട്ട് കാണുന്നില്ല. അതേപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള നിരീശ്വരവാദികൾ പൊതുവെ ഈ വംശഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ന്യായീകരണവും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ തെറി പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. സാധാരണ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഘോഷിക്കേണ്ട ഈ ആളുകളെ നമ്മൾ ഇപ്രാവശ്യം കാണുന്നില്ല. എന്തുകൊണ്ടാണിത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിരീശ്വരവാദം, മതം എന്നുള്ളതൊന്നും സയൻസുമായി നേരിട്ട്, അല്ലെങ്കിൽ മതം ശരിയാണ് നിരീശ്വരവാദം ശരിയാണെന്നൊന്നും സയൻസ് നേരിട്ട് പറയില്ല. കാരണം സയൻസിൻ്റെ മേഖല അതല്ല. സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിനകത്തുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് സയൻസ് എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ദൈവം ഉണ്ടെന്നോ ഇല്ലാന്നോ എന്തെയില്ല, സയൻസ് പറയില്ല. നമുക്ക് സയൻസിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ ദൈവം ഉണ്ടെന്നോ ഇല്ലാന്നോ ഉള്ള കൺക്ലൂഷനിലേക്ക് നമ്മുടെ ലോജിക്കലിയാണ് നമ്മൾ എത്തേണ്ടത്, അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഒരിക്കലും സയൻസ് ദൈവമില്ല എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുകയുമില്ല. എങ്കിലും സയൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നിരീശ്വരവാദത്തെ പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും അതിൻ്റെ ഒരു രൂപം നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സയൻസ് ഓർ ആൻറ്റി സയൻസ്. സയൻസ് അല്ലെങ്കിൽ സയൻസ് വിരുദ്ധം, മതം എന്ന് പറഞ്ഞാൽ സയൻസ് വിരുദ്ധം, അങ്ങനെയൊന്നല്ല സംഭവം. മറിച്ച് ഇറ്റ് ഈസ് അബൌട്ട് ദ അപ്രോച്ച്. നമ്മളുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്, നമ്മുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്, സയൻസിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വിഷയം. രണ്ട് രൂപത്തിൽ, എന്ത് കാര്യത്തെയും നമുക്ക് രണ്ട് രൂപത്തിൽ സമീപിക്കാം. ചില ആളുകൾ സയൻസിനെ സമീപിക്കുക എന്ന് വെച്ചാൽ, കണ്ടോ ഇത്രയും പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങളെല്ലാമായി, അല്ലെങ്കിൽ അതോടുകൂടി ദൈവമില്ല, അല്ലേ? ഒരു എത്തീസം ഓഫ് ഗ്യാപ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കണ്ടുപിടിച്ചല്ലോ അതുകൊണ്ട് ദൈവമില്ല എന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ. അങ്ങനെയുള്ള ആൾക്കാരാണ് പൊതുവെ ഈ സയൻസിന് എന്ത് കണ്ടാലും അതൊക്കെ കണ്ടോ ദൈവം ഇവിടെ ചോദിക്കുന്ന ആളുകൾ ആ രൂപത്തിലാണ് വരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഇവർ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, അത് നിങ്ങൾക്ക് ഈ ആർട്ടിമിസ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സംസാരങ്ങളും, ഈവൻ മിഷന് മുമ്പും ശേഷവും അല്ലെങ്കിൽ മിഷൻ ഇടയിലുമൊക്കെ അവർ സംസാരിച്ചിട്ടുള്ള സംസാരങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ കാരണം മനസ്സിലാകും. ഞാനത് കൂടുതൽ പറയുന്നില്ല, അവരുടെ സംസാരങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അത് ആർട്ടിമിസ് മിഷൻ്റെ ഇടയിൽ ഈ ഒരു യാത്രക്കിടയിൽ അവർ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ, അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ഒരു സംസാരത്തിൽ അവർ സംസാരിക്കുന്ന ഏതാനും ചില വാചകങ്ങൾ നിങ്ങൾ ആദ്യം കേട്ടോളൂ. The beauty of creation, I think for me one of the really important personal perspectives that I have up here is I can really see Earth as one thing. And when I read the Bible and I look at all of the amazing things that were done for us who were created, it's you have this amazing place, this spaceship. You guys are talking to us because we're in a spaceship really far from Earth, but you're on a spaceship called Earth that was created to give us a place to live in the universe, in the cosmos. I think maybe the distance we are from you makes you think what we're doing is special, but we're the same distance from you, and I'm trying to tell you, just trust me, you are special.
in all of this emptiness, this is a whole bunch of nothing, this thing we call the universe. You have this oasis, this beautiful place that we get to exist together. അപ്പോൾ ഇവിടെ അദ്ദേഹം കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്ത് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ ഇങ്ങനെയൊരു സ്പേസ്ഷിപ്പിൽ നിന്ന് ഭൂമിയിലുള്ളവരോട്, ഭൂമിക്ക് പുറത്തുനിന്ന് ഭൂമിയിലുള്ളവരോട് സംസാരിക്കുമ്പോൾ അതാ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ അടിപൊളിയാണ്, ഭയങ്കര സംഭവമാണ് എന്നല്ല പറയുന്നത്. മറിച്ച് അവിടെ കുറച്ചുകൂടി ഒരു വിനയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കുറച്ചുകൂടി ഒരു റിയലൈസേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂമിയുടെ പുറത്തു നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതാണ്, ബ്യൂട്ടി ഓഫ് ദ ക്രിയേഷൻ, ഈ സൃഷ്ടിപ്പിൻ്റെ ആ ഒരു വൈഭവമാണ് അല്ലെങ്കിൽ ആ ഒരു ഭംഗിയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇവർ വിശ്വാസികളാണ്, സ്വാഭാവികമായിട്ടും ശാസ്ത്രജ്ഞന്മാരിൽ കൂടുതലും വിശ്വാസികളാണ്. ആ ശാസ്ത്രജ്ഞന്മാർ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സ്വാഭാവികമായിട്ടും കൂടുതൽ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രവുമായി ബന്ധപ്പെടുന്നവരൊക്കെ ദൈവവിശ്വാസികളായതുകൊണ്ട് തന്നെ അവർ ദൈവത്തെയോ അല്ലെങ്കിൽ വേദഗ്രന്ഥത്തെയൊക്കെ ഉദ്ധരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ ഒരു മിഷനിൽ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയുടെ പുറത്തേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഭൂമിയിലേക്ക് അവർ നോക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന റിയലൈസേഷനാണ് അവിടെ സംസാരിക്കുന്നത്. അതെന്താണ്? ആ ഒരു ഭൂമിയുടെ ഭംഗിയും ആ സൃഷ്ടിപ്പിൻ്റെ വൈഭവവും അതിൻ്റെ ഭംഗിയുമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബോസ്റ്റിംഗ് അല്ല, അത് ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് ബോസ്റ്റിംഗ് അല്ല, മറിച്ച് ഒരു വിനയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ഇങ്ങനെ ഈ ഒരു മിഷനൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്നതിന് ശേഷം നാസ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഈവൻറ്റിൽ ഇവർ ഈ യാത്ര നടത്തിയ ഓരോരുത്തരും സംസാരിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കണം എന്നുള്ളതൊന്ന് സൂചിപ്പിക്കുകയാണ്. ആ സംസാരത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ടോണുണ്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഫാമിലീസിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ടോണിലാണ് അവർ സംസാരിക്കുന്നത്. ഫാമിലീസിനോട്, നാട്ടുകാരോട്, അല്ലെങ്കിൽ രാജ്യത്തോട്, ദൈവത്തോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ടോണാണ്. അവിടെ ഒരിക്കലും ഒരു അഹങ്കാരമോ ധാർഷ്ട്യമോ അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവരുടെ സംസാരത്തിൽ നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? നമുക്ക് ഒരു സംസാരം, റേ വൈസ്മാൻ്റെ സംസാരത്തിലേക്ക് പോകാം. Susie and Jeannie, who are in the audience, but I don't know where they are. But Dot, I'm going to hit McDonald's later today in honor of your husband. No one knows what the families went through, man. This was not easy. 200,000 plus miles away from home. Like before you launch, it feels like it's the greatest dream on earth. And when you're out there, you just want to get back to your families and your friends. It's a special thing to be a human, and it's a special thing to be on planet Earth. Thank you. അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് കുടുംബത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യനായതിൻ്റെ ആ മനുഷ്യൻ ആയതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഇതൊക്കെയാണ് അവിടെ നമുക്ക് സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു അഹങ്കാരമോ ധാർഷ്ട്യമോ അല്ല, ഈ ഒരു ടോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് എല്ലാവരുടെയും സംസാരത്തിൽ ഈ ഒരു രൂപം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അടുത്ത സംസാരത്തിലേക്ക് കിടക്കുക. I have not processed what we just did, and I'm afraid to start even trying. When this started on April 3rd, I wanted to thank God in public, and I want to thank God again, because even bigger than my challenge trying to describe what we went through, the gratitude of seeing what we saw, doing what we did, and being with who I was with, it's too big to just be in one body. And I wanted to thank our families for everything that he just said. So great words, great words, great words. I love you, but not just those 5 beautiful cocoa skin ladies right there. All of you. അപ്പം ഈ രൂപത്തിലാണ് അവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടോണിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വെറുതെ അല്ല നിരീശ്വരവാദികൾ ഇതിൻ്റെ പിന്നാലൊന്നും വല്ലാതെ പോകാത്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരാത്തത് എന്നുള്ളതാണ്. കാരണം അവർ സംസാരിക്കുന്ന ഒരു ആശയമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുക. സയൻസിൻ്റെ പേരിൽ ബോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മളെന്തോ വലിയ സംഭവമായി, അല്ലെങ്കിൽ നമ്മളെല്ലാം വെട്ടിപ്പിടിച്ചു കഴിഞ്ഞു എന്ന ഒരു ടോണല്ല നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അവിടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ, വിനയത്തിൻ്റെ ടോണാണ് നമുക്ക് കാണാൻ സാധിക്കുക. മറ്റൊരു സംസാരത്തിലേക്ക് നമുക്ക് പോകാം. So when we saw Tiny Earth, people asked our crew what impressions we had. And honestly, what struck me wasn't necessarily just Earth, it was all the blackness around it. Earth was just this lifeboat hanging undisturbingly in the universe.
Uh-oh. So I may have not learned, I know I haven't learned everything that this journey has yet to teach me. But there's one new thing I know, and that is planet Earth, you are a crew. Thank you. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സിമിലർ ടോണും സിമിലർ ആയിട്ടുള്ള ഒരു മെസ്സേജുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു അതായത് നിങ്ങൾ ഭൂമിയുടെ പുറത്തുനിന്ന് ഭൂമിയെ കണ്ടപ്പോൾ എന്തു തോന്നി? അവിടെ ഒരു ലൈഫ് ബോട്ട് പോലെ ചുറ്റുമുള്ള ഡാർക്ക്നെസ്സിൻ്റെ ഇടയിൽ ഒരു ലൈഫ് ബോട്ട് പോലെ ഭൂമിയെ നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ നേരത്തെയുള്ള സംസാരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് സർപ്രൈസ്ഡ് ആണ്. കാരണം എന്താ, ഞങ്ങളിവിടെ ഒരു സ്പേസ് ഷിപ്പിൽ പ്രത്യേകമായി സജ്ജീകരിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരുപാട് സജ്ജീകരണങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പിന്നെ സർപ്രൈസ്ഡ് ആണ്, ഞങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. പക്ഷേ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ സുന്ദരമായ ഒരു സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. കാരണം ഞങ്ങളിവിടെ ജീവിക്കാൻ ഒരുപാട് സജ്ജീകരണങ്ങൾ ആവശ്യമാണ്, ഒരുപാട് വർക്ക് അതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. എങ്കിൽ നിങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഈ വലിയ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് മാത്രം, ഭൂമിയിലുള്ള നിങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ജീവനോടുകൂടി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ ബ്യൂട്ടിഫുൾ ക്രിയേഷൻ. അതിൻ്റെ പിന്നിലുള്ള ശക്തിയെ ഒരിക്കലും നമുക്ക് താങ്ക് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല, അതിനെ വിസ്മരിക്കാൻ സാധ്യമല്ല, ആ ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ ഈ ഒരു യാത്രയിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പം ആൻസർ കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കും. എന്തുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളൊക്കെ സയൻസിൽ എന്തുണ്ടെങ്കിൽ ഒരു മുട്ടുസൂചി കണ്ടെത്തിയാൽ പോലും കണ്ടോ മുട്ടുസൂചി കണ്ടെത്തി ഇനി ഇവിടെ ദൈവം എന്ന് ചോദിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റിനെ കുറിച്ച് കാര്യമായൊന്നും മിണ്ടാത്തത്? എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് പറഞ്ഞു പോകാന്നുള്ളതിനപ്പുറത്ത് ഈ ഇവൻറ്റിനെ കുറിച്ചും ഈ ഒരു യാത്രയെക്കുറിച്ചും കൂടുതലായിട്ട് സംസാരിക്കാത്തത് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു കാഴ്ചപ്പാട്, ഒരു കാര്യത്തോടുള്ള നമ്മുടെ സമീപനം, അതിലെ ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു സമയത്ത് മാത്രമല്ല, ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ സമയത്തും നമുക്ക് ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ കാലഘട്ടത്തിൽ അത് ഏറ്റവും അഭിവൃദ്ധിയിലായിരുന്ന, അതിൻ്റെ ഏറ്റവും ഉന്നതിയിലുണ്ടായിരുന്ന സമയത്ത് ആളുകൾ ഈ നിരീശ്വരവാദികൾ, ന്യൂട്ടൺ ഒരു ദൈവവിശ്വാസിയാണ്, പക്ഷേ ഈ നിരീശ്വരവാദികൾ ആ കണ്ടുപിടുത്തങ്ങൾ വെച്ചിട്ട് എന്താ പറഞ്ഞു? കണ്ടോ, യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഒരു മെക്കാനിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ലോസ് നമുക്ക് മനസ്സിലാകും. സോ ദർ ഇസ് നോ ഗോഡ്. ഇത് കണ്ടുപിടിച്ച ന്യൂട്ടൺ വരെ ദൈവവിശ്വാസിയാണ്. ന്യൂട്ടൺ അത് കണ്ടുപിടിക്കുമ്പോൾ അത് ദൈവമില്ല എന്നുള്ളതൊരു തെളിവായിട്ട് തോന്നിയിട്ടില്ല, പക്ഷേ എല്ലാ ലോസും നമുക്ക് മനസ്സിലായി, അതുകൊണ്ട് ദൈവമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്ക് അവിടെ എത്തീസം തിരുകാൻ ശ്രമിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്പേസിലേക്ക് പോയപ്പോൾ, അപ്പോൾ സ്പേസിലേക്ക് ഇങ്ങനെ പോയി, ആ സ്പേസിൽ പോയിട്ട് നിങ്ങൾ ദൈവത്തെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന, സ്പേസ് യാത്രകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന നിരീശ്വരവാദികൾ, അത്രയും നിലവാരം കുറഞ്ഞ നിരീശ്വരവാദികളെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ദൈവമില്ലായ്മയെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവിടെയാണ് ഇങ്ങനെയുള്ള ഒരു യാത്ര നടത്തുമ്പോൾ, ഭൂമിയുടെ പുറത്തേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ, അവിടെ നിന്ന് ഭൂമിയെ കുറച്ച് ദൂരത്തുനിന്ന്, ഇത്രയും കാലം മനുഷ്യൻ പോയതിൽ ഏറ്റവും ദൂരത്തേക്ക് പോയി ആ രൂപത്തിൽ കുറച്ച് ദൂരത്തുനിന്ന് ഭൂമിയെ കാണുമ്പോൾ അവിടെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ചോദിക്കുമ്പോൾ, ആ ഭൂമിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഭൂമിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രത്യേകതകൾ, ആ സ്പെഷ്യാലിറ്റികൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള ആ ഒരു സൗകര്യങ്ങൾ അത് റാൻഡമായിട്ട് ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം, എന്തുകൊണ്ട് നിരീശ്വരവാദികൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും നിരീശ്വരവാദികൾ കൂടുതൽ സംസാരിക്കുന്ന കാണാറുണ്ട് അപ്പോളോയെക്കുറിച്ചൊക്കെ. അതും ഈ ഒരു ദൗത്യവും തമ്മിലുള്ള വ്യത്യാസം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോളോ മിഷൻ പല ആൾക്കാരും വേറെ ചില തരത്തിലുള്ള കോൺട്രവേഴ്സീസ് ആയിട്ടും ഈ വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോളോയിൽ 1972 അല്ലെങ്കിൽ 70കളിൽ പിന്നെ ചന്ദ്രനിലേക്ക് പോയി. അന്നത്തെ കാലത്ത് അത്രയും ശാസ്ത്രം പിന്നിലിരുന്ന കാലത്ത് ചന്ദ്രനിലേക്ക് പോയി. എന്നിട്ടും എന്തുകൊണ്ടാണ് 2026 ആളുകളെ അങ്ങോട്ട് ചന്ദ്രനിലേക്ക് അയക്കാൻ പറ്റാത്തത് എന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൂൺ ലാൻഡിംഗ് എന്ന് പറയുന്നത് ഫേക്കാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് കാണാറുണ്ട്. പക്ഷേ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഒരു വ്യത്യാസം? ഇപ്പോൾ അപ്പോളോ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ആ മിഷനിലേക്ക് എത്തി എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് പ്യൂർലി ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ റീസൺസ്. അത് സോവിയറ്റ് യൂണിയനും US തമ്മിലുള്ള ഒരു കോൾഡ് വാർ നടക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ മേൽ അവർ പിന്നെ സ്പേസിലേക്ക് ആളയക്കുന്നു, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ സോവിയറ്റ് യൂണിയൻ മുന്നിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ
ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഇനി ഒരു വഴി എന്ന് പറയുന്നത് ചന്ദ്രനിലേക്ക് ആളുകളെ അയക്കുക എന്നുള്ളതാണ്. ആ ഒരു വഴിയായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അമേരിക്ക ഈ ഒരു ദൗത്യത്തെ എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ ലോങ് ടേം ഗോൾസോടുകൂടി ആയിരുന്നില്ല ഒരിക്കലും അപ്പോളോ മിഷൻ ചെയ്തിരുന്നത്. അപ്പോളോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോളോയും ആർട്ടിമിസും തമ്മിലുള്ള വ്യത്യാസം, അപ്പോളോ വാസ് അബൌട്ട് റീച്ചിങ് ദ മൂൺ ആൻഡ് ആർട്ടിമിസ് ഈസ് അബൌട്ട് സ്റ്റേയിങ് ദർ എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. എന്ന് വെച്ചാൽ അപ്പോളോയിൽ അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടുക, എന്നിട്ട് അമേരിക്ക അവിടെ എത്തിപ്പെട്ടു എന്ന് തെളിയിക്കുക, അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അപ്പോളോ മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് അവിടെ നേടിയെടുത്തതും. അതിനപ്പുറത്തേക്ക് വളരെ ലോങ് ടേം ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ലോങ് ടേം ഗോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നല്ല, മറിച്ച് ഒരുപാട് അവിടുന്ന് കല്ലുകളും പാറകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ആ സമയത്തുള്ള വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ അതിനൊരു ലോങ് ടേം ഗോൾ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ബീറ്റ് സോവിയറ്റ് യൂണിയൻ. അതുകൊണ്ടാണ് അന്ന് എന്തുകൊണ്ട് യു എസിന് പറ്റി, അവർക്ക് ആ ഒരു റോക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ആധിപത്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അങ്ങനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ യു എസിന് പറ്റിയത് കൊണ്ട് മാത്രമാണ്, അത്തരത്തിലുള്ളൊരു റോക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് യു എസിന് അങ്ങനെയുള്ളൊരു യാത്ര സാധ്യമായത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ ഒരു അപ്പോളോ മിഷനിൽ അവിടെ ജസ്റ്റ് എത്തിപ്പെടുക, എന്നിട്ട് ആ ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇറ്റ് വാസ് എബൌട്ട് ബോസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ആധിപത്യം സ്ഥാപിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ശക്തി സ്ഥാപിക്കുക എന്നുള്ളതാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ആർട്ടിമിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം, ഒന്നാമത് അതിൻ്റെ ഭീമമായ ചിലവ്, അത് ഈവൻ അമേരിക്കക്ക് പോലും താങ്ങാൻ പറ്റാത്ത അതിനപ്പുറത്തേക്കുള്ള ചിലവുണ്ട്. അതേപോലെ തന്നെ ആ ചിലവൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ദൗത്യം തുടർന്നാൽ അതുകൊണ്ടുള്ള ഗുണം എന്താണ്, ജസ്റ്റ് പോകുന്നു വരുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു ഗുണം എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ ഇതിങ്ങനെ വെറുതെ കൊച്ചിയിൽ പോയി വരുന്നത് പോലെയല്ലല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള ചോദ്യവും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സൈഡും ഇത് രണ്ടും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ ഒരു മിഷൻ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോളോ മിഷനിൽ അന്ന് കുറച്ച് ആളുകൾ പോയി, പിന്നീട് ഇത്രയും കാലം ആളുകൾ പോകാതിരിക്കാനുള്ള കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിലാണ് നമ്മൾ എക്സ്പ്ലനേഷൻസ് മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. എന്നാൽ ആർട്ടിമിസിനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിമിസിൽ ആദ്യം മനുഷ്യനെ അയക്കാതെയുള്ള ഒരു ദൗത്യം നടത്തി, പിന്നെ രണ്ടാമത്തതാണ് ചന്ദ്രനെ ചുറ്റി വരിക എന്ന് പറയുന്ന ഈ ആർട്ടിമിസ് 2 എന്ന് പറയുന്നത്. ആർട്ടിമിസ് 3യിലാണ് ഇനി ആളുകൾ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ദൗത്യത്തിലേക്ക് ഇനി കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്, ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നാസയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലോങ് ടേം ഗോൾ ഉണ്ട്. ഒരു സ്പേസ് സ്റ്റേഷൻ പോലെ മനുഷ്യർ കുറച്ചുകൂടി ആക്സസിബിളായി മൂണിലേക്ക് പോയി തിരിച്ചു വരാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് സ്റ്റേയിങ് ദെയർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ ഒരു ലോങ് ടേം ഗോളോടുകൂടി വളരെ ആസൂത്രിതമായി വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രോജക്റ്റാണ് ഈ ആർട്ടിമിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ സമയമെടുക്കും. അതേപോലെ തന്നെ അപ്പോളോ പോലെ ജസ്റ്റ് പോയി വരിക എന്നുള്ള ഒബ്ജക്റ്റീവ് മാത്രമല്ല ഉള്ളത്, മറിച്ച് ഇത്തരത്തിലുള്ള കുറച്ചധികം ഒബ്ജക്റ്റീവുകൾ അതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ സമയമെടുത്തതും അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് അത് പോസിബിൾ ആയതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ജസ്റ്റ് ശക്തി തെളിയിക്കുക എന്നുള്ളതാണ്. ആ ശക്തി തെളിയിക്കുക എന്നുള്ളതാകുമ്പോൾ ഓക്കെ മനുഷ്യൻ അത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബോസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ലോങ് ടേം മിഷനിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ചന്ദ്രയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ നിസ്സാരതയും ഈ ഭൂമി എത്രത്തോളം സ്പെഷ്യലാണ് എന്നുള്ളതും മനുഷ്യൻ എത്രത്തോളം സ്പെഷ്യൽ ക്രിയേഷനാണ് എന്നുള്ള ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം മിഷനുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ മിഷനുകളിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ യാത്രികർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ഈ ഉൾക്കാഴ്ച അത് നമ്മൾ കൂടി മനസ്സിലാക്കാനും അതേപോലെ തന്നെ അവർ അത് പങ്കുവെക്കുന്നത് കൂടുതൽ ശ്രദ്ധിക്കാനും ശ്രമിക്കണം എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. ഒബ്വിയസ്ലി ഇതൊന്നും അല്ല ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെ പല ആളുകളും അത് കൂടുതൽ ചർച്ച ചെയ്യില്ല. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജസ്റ്റ് മനുഷ്യൻ എല്ലാത്തിനും പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് ഈ സൗകര്യങ്ങൾ ഒരുക്കിത്തരാനോ ഈ സൗകര്യങ്ങൾക്ക് ഒരു സ്പെഷ്യാലിറ്റിയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ അഹന്ത എന്ന് നമുക്ക് വേണമെങ്കിൽ നിരീശ്വരവാദത്തെക്കുറിച്ച് പറയാം. അത്തരം ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശയത്തിന് ചേർന്ന് പോകുന്ന ഒരു കാര്യമല്ല ഈ ഒരു സംസാരങ്ങളും അല്ലെങ്കിൽ ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ വാല്യൂ ഒന്നാമത് തിരിച്ചറിയുക, രണ്ടാമത് മനുഷ്യൻ എത്രത്തോളം നിസ്സാരമാണ്. ഈ മഹാപ്രപഞ്ചത്തിൽ മനുഷ്യനും അതുപോലെ തന്നെ ഈ ഭൂമിയുമെല്ലാം എത്ര നിസ്സാരമായ ഒന്നാണ് എന്നുള്ളത് തിരിച്ചറിയാനും ആ രൂപത്തിൽ ഒരു വിനയം ആർജിച്ചെടുക്കാനും അഹന്ത വെടിയാനുമുള്ള ഒരു അവസരമായി കൂടി. അതുകൊണ്ടാണ് ഈ ക്രൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ സയൻസൊക്കെ പറയാം, നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഹ്യൂമൻ എക്സ്പീരിയൻസ്, നമുക്ക് ലഭിച്ചിട്ടുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു സംസാരം കേൾക്കുക. I think what I'd like to share today is maybe 3 of the human experiences for us.
And you haven't heard us talk a lot about the science, the things we've learned, and that's because they're there, and they're incredible. But it's the human experience that is extraordinary for us. And it sounds like maybe for you too. അപ്പോൾ ആ ഒരു യാത്രയിലൂടെ നമ്മൾ ഒരുപാട് സയൻസ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇനിയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ആ ഹ്യൂമൻ എക്സ്പീരിയൻസ് അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലുത്, നിങ്ങൾക്കും അത് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ എക്സ്പീരിയൻസ് നമുക്ക് ചന്ദ്രനിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ ചന്ദ്രനിൽ വെള്ളമുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ലൈഫ് ഉണ്ടോ, അല്ലെങ്കിൽ ലൈഫ് പോസിബിൾ ആണോ, അത് കഴിഞ്ഞ് മാസിലേക്കുള്ള ദൗത്യത്തിന് ഇത് ഏതെങ്കിലും രൂപത്തിൽ ഗുണകരമാണോ, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പഠിക്കാം. ആ പഠനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ അപ്പുറത്ത് ആ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഈ ഭൂമിയുടെ പുറത്തേക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത്, അല്ലെങ്കിൽ ഏറ്റവും ദൂരത്തിലേക്ക് യാത്ര ചെയ്ത് ആ ഒരു യാത്ര നടത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, അതാണ് ഞങ്ങൾ ഏറ്റവും വാല്യൂ ചെയ്യുന്നത്. നിങ്ങളും അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ വിനയത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പാത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂവിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇത്തരം ദൃശ്യങ്ങൾ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.